Dear students, today we are going to learn the first chapter, The Three L's of Empowerment, Christine Lagarde. The Three L's of Empowerment, ശാക്തീകരണത്തിൻ്റെ മൂന്ന് എല്ലുകൾ. ഇവിടെ 3 L's എന്ന് പറയുന്നത് മൂന്ന് വാക്കുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സാണ്. അത് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ക്രിസ്റ്റിൻ ലഗാർഡ് ഓൺ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ക്രിസ്റ്റിൻ ലഗാർഡ് നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചാണിത്. ക്രിസ്റ്റിൻ ലഗാർഡ് വാസ് ബോൺ ഇൻ പാരീസ്. ഷീ ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് എ G8 എക്കോണമി ആൻഡ് ടു ഹെഡ് ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. ഓതറെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ ചാപ്റ്ററിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. This speech was delivered at the National Democratic Institute, Washington, D.C. on May 19, 2014. Okay, let's go to the speech. Good afternoon. It is great to be among friends and kindred spirits. ക്രിസ്റ്റിൻ ലഗാർഡ് തൻ്റെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന, സല്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത്. കിൻഡ്രഡ് സ്പിരിറ്റ്സ് മീൻസ് പീപ്പിൾ ഹൂ തിങ്ക് എലൈക്ക്, ഒരുപോലെ ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുന്ന ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരേ മനസ്സോടുകൂടി ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ, എമംഗ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾക്കിടയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ ഗ്രേറ്റ് ആയിട്ട് തോന്നുന്നു. ഫസ്റ്റ് പാരഗ്രാഫ്. ദ 21st century പോസസ്. 21ാം നൂറ്റാണ്ട് അഭിമുഖീകരിക്കുന്നു. പോസസ് മീൻസ് ഫേസസ്, അഭിമുഖീകരിക്കുന്നു. മെനി ചലഞ്ചസ്, ധാരാളം വെല്ലുവിളികൾ. ദാറ്റ് റിക്വയർ മീൻസ് നീഡ്, അതിന് ആവശ്യമാണ്. 21ാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമാണ് എന്ത്? ന്യൂ വേസ് ഓഫ് തിങ്കിങ്, പുതിയ ചിന്താരീതികൾ ആവശ്യമാണ്. നൺ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ ഇക്കണോമിക് റോൾ ഓഫ് വിമൻ ഇൻ എ റാപ്പിഡ്ലി ചേഞ്ചിങ് വേൾഡ്. റാപ്പിഡ്ലി മീൻസ് ക്വിക്ക്ലി, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് എക്കണോമിക് റോൾ ഓഫ് വിമൻ, സ്ത്രീകളുടെ സാമ്പത്തികമായ പങ്കിനേക്കാൾ പ്രധാനപ്പെട്ടതൊന്നുമില്ല. ഇപ്പോൾ ക്രിസ്റ്റിൻ ലഗാർഡ് സേസ് ദാറ്റ് ദ ഇക്കണോമിക് റോൾ ഓഫ് വിമൻ is the most important thing in the 21st century. Okay. പക്ഷേ വിമൻ ടുഡേ റിമെയിൻ ബ്ലോക്ക്ഡ്. സ്ത്രീകൾ ഇന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫ്രം കൺട്രിബ്യൂട്ടിംഗ്, സംഭാവന ചെയ്യുന്നതിൽ, ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ യഥാർത്ഥ കഴിവുകളെ. പൊട്ടൻഷ്യൽ മീൻസ് എബിലിറ്റി. സ്ത്രീകൾക്ക് ഇന്ന് അവരുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ദേ ആർ ബ്ലോക്ക്ഡ്, അവർ തടയപ്പെട്ടിരിക്കുന്നു. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇത് വലിയ ഒരു നഷ്ടമുണ്ടാക്കുന്നു. സമൂഹത്തിനും ആളുകൾക്കും ഇത് ഇറ്റ്സ് എ ബിഗ് ലോസ്റ്റ്, വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്നു. ഇൻ സം കൺട്രീസ്, ചില രാജ്യങ്ങളിൽ, പെർ ക്യാപിറ്റ ഇൻകം ലാഗ്സ്, അവിടെ ലാഗ്സ് എന്നാണ് വരേണ്ടത്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ എന്നാണ് അർത്ഥം. ഓരോ വ്യക്തിയുടെയും വരുമാനം, അതായത് പ്രതിശീർഷ വരുമാനം. ഇൻ സം കൺട്രീസ്, ചില രാജ്യങ്ങളിൽ, പെർ ക്യാപിറ്റ ഇൻകം ലാഗ്സ് മീൻസ് ഡിക്രീസസ്, കുറയുന്നു. ചില രാജ്യങ്ങളിൽ പ്രതിശീർഷ വരുമാനം കുറയുന്നു. സിഗ്നിഫിക്കൻ്റ്ലി, ചീഫ്ലി, പ്രധാനമായിട്ടും കുറയുന്നു. കാരണം വിമൻ ആർ ഡിനൈഡ്, സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നു. ഡിനൈഡ് മീൻസ് റിജക്റ്റഡ്, നിഷേധിക്കപ്പെടുന്നു. ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യ അവസരം. ദേ റെപ്രസെൻ്റ്, സ്ത്രീകൾ പ്രതിനിധീകരിക്കുന്നു ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ, ലോക ജനസംഖ്യയുടെ പകുതിയും പ്രതിനിധീകരിക്കുന്ന ആരാണ്? സ്ത്രീകളാണ്. പക്ഷേ കോൺട്രിബ്യൂട്ട്, അവർ സംഭാവന ചെയ്യുന്നതോ, ഫാർ ലെസ് ദാൻ 50% ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ 50% താഴെയാണ് അവരെന്ത് ചെയ്യുന്നത്? സംഭാവന ചെയ്യുന്നത്. വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ? വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ? ഈ ഒരു പിക്ചർ ഹിയർ മീൻസ് സിറ്റുവേഷൻ. സ്ത്രീകളുടെ ഈ ഒരു പരിതാപകരമായ ഈ ഒരു അവസ്ഥ, സർക്കംസ്റ്റാൻസ്, സാഹചര്യം മാറ്റാൻ ആവശ്യമായിട്ടുള്ളത് എന്താണ്? ക്രിസ്റ്റിൻ ലഗാർഡ് പറയുന്നു, അണ്ടർലൈൻ ചെയ്യാം. എന്താണ്? ഇസ് എ കൺസേർട്ടഡ് എഫേർട്ട്, ഇസ് ആൻ ഓർഗനൈസ്ഡ് എഫേർട്ട്. കൂട്ടായ ശ്രമമാണ്, സംഘടിതമായ ശ്രമമാണ്. എന്തിനു വേണ്ടി? ടു ഓപ്പൺ, തുറക്കാനുള്ള, ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളുടെ വാതിൽ തുറക്കാനുള്ള. ആർക്ക് വേണ്ടി? ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടി. എങ്ങനെയാണത് സാധ്യമാവുക? എങ്ങനെയാണ് സ്ത്രീകൾക്കുള്ള അവസരങ്ങളുടെ വാതിൽ തുറക്കുക? വിത്ത് വാട്ട് ഐ കോൾ, അതിന് ഞാൻ വിളിക്കുന്നു ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 L'സുകൾ എന്ന് ഞാൻ വിളിക്കുന്നു. അതേതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ക്രിസ്റ്റിൻ ലഗാർഡ് സെയ്സ് ദാറ്റ് വിമൻ എംപവർമെൻറ്റ് ഈസ് പോസിബിൾ
ത്രൂ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, ജോലി, നേതൃത്വം എന്നിവ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ദേ ക്യാൻ ബി എംപവേർഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. ഇനി ഓരോന്നും വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കാദ്യം ലേണിങ്ങിനെ കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാം. അണ്ടർലൈൻ ചെയ്യണേ. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറയാണ് വിദ്യാഭ്യാസം. അതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. അണ്ടർലൈൻ ചെയ്യണേ. ലേണിംഗ് ഹെൽപ്സ്. ഇനി ഇതും അണ്ടർലൈൻ ചെയ്യാം. ലേണിംഗ് ഹെൽപ്സ്, എഡ്യൂക്കേഷൻ ഹെൽപ്സ് വിമൻ. വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. ടു ഹെൽപ്പ് ദംസെൽവ്സ്. ഇവിടെ ടു ഹെൽപ്പ് ദംസെൽവ്സ് മീൻസ് ടു ബി ഫ്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എഡ്യൂക്കേഷൻ ഓർ ലേണിംഗ് ഹെൽപ്സ് വിമൻ. വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. ടു ഹെൽപ്പ് ദംസെൽവ്സ്, സ്വതന്ത്രരാകാൻ സഹായിക്കുന്നു. ആൻഡ് ബ്രേക്ക്, പൊട്ടിക്കാൻ സഹായിക്കുന്നു. എന്ത്? ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, അവഗണനയുടെ വിലങ്ങുകൾ. ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ ചെയിൻസ് എന്നാണ്, വിലങ്ങുകൾ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നെഗ്ലിജൻസ്, അവഗണന. അതുവരെ അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ വിദ്യാഭ്യാസം സ്ത്രീകളെ സ്വതന്ത്രരാവാനും അവഗണനയുടെ വിലങ്ങുകൾ പൊട്ടിക്കാനും സഹായിക്കുന്നു. നോ വെയർ ഈസ് ദിസ് മോർ ഇസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസ്വര ലോകത്ത് ഇതിനേക്കാൾ അത്യാവശ്യമായത് വേറൊന്നില്ല. എന്ത്? വിദ്യാഭ്യാസം കൊടുക്കുക എന്നതിനേക്കാൾ അത്യാവശ്യമായിട്ടുള്ള മറ്റൊന്ന് ഈ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഇല്ല. ദർ ഈസ് ആൻ ആഫ്രിക്കൻ എഡിജ്. എഡിജ് എന്ന് പറഞ്ഞാൽ സെയിങ് എന്നാണ്, ചൊല്ല് അല്ലെങ്കിൽ പ്രോവർബ് എന്നൊക്കെ പറയാം. ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലുണ്ട്, ഒരു ആഫ്രിക്കൻ ചൊല്ലുണ്ട്. ദാറ്റ് ഗോസ്. എന്താണത് പറയുന്നത്? അണ്ടർലൈൻ ചെയ്യണേ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങൾ ഒരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ, യു ട്രെയിൻ എ മാൻ, അതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു പുരുഷനെയാണ്, ഒരു മനുഷ്യനെയാണ് നിങ്ങൾ പരിശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ വാർത്തെടുക്കുന്നത്. അതേസമയം ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ, യു ട്രെയിൻ എ വില്ലേജ്, നിങ്ങളൊരു ഗ്രാമത്തെയാണ് പരിശീലിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെയാണ് വാർത്തെടുക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. വിമൻ എംപവർമെൻറ്റിൻ്റെ ആദ്യ സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ നൽകലാണെങ്കിൽ, ലേബർ ഈസ് ദ സെക്കൻഡ്. സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി പറയുന്ന സെൻറ്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ലേബർ ഫെസിലിറ്റേറ്റ്സ്, ലേബർ ഹെൽപ്സ്, ജോലി സഹായിക്കുന്നു വിമൻ, സ്ത്രീകളെ ടു ഫ്ലറിഷ്. ഫ്ലറിഷ് മീൻസ് ഗ്രോ, വളരാൻ സഹായിക്കുന്നു. ആൻഡ് അച്ചീവ്, നേടാൻ സഹായിക്കുന്നു. ദയർ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ യഥാർത്ഥ കഴിവുകളെ. അതുവരെ അണ്ടർലൈൻ ചെയ്യുക. പൊട്ടൻഷ്യൽ മീൻസ് എബിലിറ്റി. പക്ഷേ അറ്റ് പ്രസൻറ്റ്, ടുഡേ, ഇന്ന്, വെൻ വിമൻ പാർട്ടിസിപ്പേറ്റ്, സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ ഇൻ ദ വർക്ക് ഫോഴ്സ്, ഒരു ജോലിയിൽ പങ്കെടുക്കുമ്പോൾ, വർക്ക് ഫോഴ്സ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ എ വർക്ക് എന്നാണ്. ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിലൊക്കെ ഒരു സ്റ്റാഫിൻ്റെ ഭാഗമാകുമ്പോൾ, സ്ത്രീകൾ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജോലിയിൽ പങ്കെടുക്കുമ്പോൾ, ദേ ടു ഓഫൺ, അവർ പലപ്പോഴും ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക്, പലപ്പോഴും അവർ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഗെറ്റ് സ്റ്റക്ക് മീൻസ് അണേബിൾ ടു മൂവ് എന്നാണ്. അവർ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തിൽ? ഇൻ ലോ പേയിങ്, കുറഞ്ഞ ശമ്പളം കിട്ടുന്നതിൽ. ലോ സ്റ്റേറ്റസ്, താഴ്ന്ന പദവി കിട്ടുന്നതിൽ. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, സുരക്ഷിതത്വം കുറഞ്ഞ ജോലികൾ ലഭിക്കുന്നതിലൊക്കെ പലപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യാറുണ്ട്? പെട്ടുപോകാറുണ്ട് അല്ലെങ്കിൽ കുടുങ്ങിപ്പോകാറുണ്ട്. ഗ്ലോബലി, ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, വിമൻ ഏൺ, സ്ത്രീകൾ നേടുന്നു ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ 3/4, 3/4 ഭാഗം മാത്രം വരുമാനമാണ് ആര് നേടുന്നത്? സ്ത്രീകൾ നേരിടുന്നത്. ഫോർ എക്സാമ്പിൾ, 100 രൂപയാണ് ഒരു പുരുഷന് സാലറി ആയിട്ട്, ഇൻകമായിട്ട് കിട്ടുന്നതെങ്കിൽ 75 റുപ്പീസാണ് ആർക്ക് ലഭിക്കുന്നത്? സ്ത്രീകൾക്ക് അതേസമയം ലഭിക്കുന്നത് എന്നാണ്. 3/4 മാത്രമാണ് ലഭിക്കുന്നത്. ഗ്ലോബലായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്.
എങ്ങനെയാണെങ്കിൽ പോലും ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, പുരുഷന്മാരെപ്പോലെ തന്നെ അതേ ലെവലിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിരുന്നാലും ആൻഡ് ദ സെയിം ഒക്കുപ്പേഷൻ, പുരുഷന്മാർ ചെയ്യുന്ന അതേ തൊഴിലാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് 1/4 മാത്രമാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഷുവർലി, തീർച്ചയായിട്ടും വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ്. ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്റ്റൽ ലഗാർഡ് പറയുന്നു, നമ്മുടെ അടിസ്ഥാനപരമായ രീതികളിൽ ഒന്ന് ഷുഡ് ബി, നോം എന്ന് പറഞ്ഞാൽ റൂള്, രീതികളിൽ അല്ലെങ്കിൽ തത്വങ്ങളിൽ ഒന്ന് എന്തായിരിക്കണം? ഷുഡ് ബി ആയിരിക്കണം. അണ്ടർലൈൻ ചെയ്യുക. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അണ്ടർലൈൻ ചെയ്യുക. തുല്യ ജോലിക്ക് തുല്യ വേതനം. പുരുഷന്മാർ ചെയ്യുന്ന ജോലി, അതേ ജോലി സ്ത്രീകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന അതേ സാലറി അല്ലെങ്കിൽ അതേ കൂലി തന്നെ ആർക്കും കൊടുക്കണം? സ്ത്രീകൾക്കും കൊടുക്കണം. അത് നമ്മളുടെ ഒരു നോമായിരിക്കണം, നമ്മളുടെ ഒരു നയമായിരിക്കണം എന്നാണ് ക്രിസ്റ്റൽ ലഗാർഡ് സജസ്റ്റ് ചെയ്യുന്നത്. റീസെൻ്റ് റിസർച്ചസ് ഷോ ദാറ്റ്, ഈ അടുത്ത് നടന്നിട്ടുള്ള ഗവേഷണങ്ങൾ, പഠനങ്ങൾ കാണിക്കുന്നു ദാറ്റ്, അണ്ടർലൈൻ ചെയ്യണേ, എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ്. എലിമിനേറ്റിംഗ് മീൻസ് റിമൂവിങ്, ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത്? ജെൻഡർ ഗ്യാപ്സ്, ലിംഗ അസമത്വം, അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അസമത്വം ഒഴിവാക്കി കഴിഞ്ഞാൽ, എന്തിലൊഴിവാക്കി കഴിഞ്ഞാൽ? ഇൻ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ, സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് എന്തിന് കാരണമാവും? ക്യാൻ ബ്രിങ്, കൊണ്ടുവരാൻ കഴിയും, ആൻഡ് ഇൻക്രീസ്, ഒരു വർധനവ്, ഇൻ പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനത്തിലൊരു വർധനവുണ്ടാകും, വരുമാനം വർദ്ധിക്കുമെന്നർത്ഥം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. We can undoubtedly promote, we can surely promote, നമുക്ക് തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യാൻ കഴിയും, ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. മോർ ഓപ്പർച്യൂണിറ്റി, കൂടുതൽ അവസരം ഫോർ വിമൻ, സ്ത്രീകൾക്ക് ഇൻ ദ വർക്ക് പ്ലേസ്, ജോലി സ്ഥലത്ത്. അതിനെന്താണ് വേണ്ടത്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. മീൻസ് വി ഹാവ് ടു ചേഞ്ച് സം എക്സിസ്റ്റിംഗ് ലോസ്. നിലനിൽക്കുന്ന കുറച്ച് നിയമങ്ങൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. ചില നിയമങ്ങൾ നമുക്ക് പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ബൈ എൻഷുറിങ് ദാറ്റ്, വി ഹാവ് ടു എൻഷുർ, നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, അണ്ടർലൈൻ ചെയ്യണേ, പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ്, സ്വത്തുമായി ബന്ധപ്പെട്ട ഇൻഹെറിറ്റൻസ് ബൈ ഹെറിഡിറ്റി, പാരമ്പര്യമായി ലഭിക്കുന്ന സ്വത്തുമായി ബന്ധപ്പെട്ട ലോസ്, നിയമങ്ങൾ. ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ്, ഡു നോട്ട് വയലേറ്റ്, അത് വിവേചനം കാണിക്കരുത് എഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകളോട്. അതുവരെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നാമത്തേത് എന്താണ്? ബൈ എൻഷുറിങ് ദാറ്റ് വി ഹാവ് ടു മേക്ക് ഷുവർ, നമ്മൾ ഉറപ്പുവരുത്തണം. പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ്, സ്വത്തുമായി ബന്ധപ്പെട്ട, പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വത്തുമായി ബന്ധപ്പെട്ട ലോസ്, നിയമങ്ങൾ. ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ്, അത് വിവേചനം കാണിക്കരുത് എഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകളോട്. അത് നമ്മൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അടുത്തത് അണ്ടർലൈൻ ചെയ്യണേ, ഇറ്റ് ഓൾസോ മീൻസ്, അർത്ഥമാക്കുന്നു എന്ത്? പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. വി ഹാവ് ടു എൻകറേജ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, പോളിസീസ്, നയങ്ങൾ, ദാറ്റ് എൻകറേജ്, പ്രോത്സാഹിപ്പിക്കുന്ന, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെയും, ആൻഡ് ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണത്തെയും. അവിടെ എന്താ പറയുന്നത്? സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെയും വിദ്യാഭ്യാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, നിയമങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരികയും വേണം. അതിനു വേണ്ടിയിട്ട് വി ഷുഡ് ട്രൈ, നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മോർ ഓവർ, അതിലുപരി വി നീഡ് ടു പ്രൊവൈഡ്, നമ്മൾ നൽകേണ്ടതുണ്ട്, ഗ്രേറ്റർ ആക്സസ്, ഗ്രേറ്റർ പോസിബിലിറ്റി, വലിയ സാധ്യതകൾ നമുക്ക് നൽകേണ്ടതുണ്ട്. ആർക്ക്? സ്ത്രീകൾക്ക്. എന്തിനു വേണ്ടി? ടു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ലോൺസ് ആൻഡ് ഫണ്ട്സ് ഫ്രം ദ ബാങ്ക് അല്ലെങ്കിൽ ഫ്രം ദ ഗവൺമെൻറ് എന്നാണ്. ഗവൺമെൻറ്റിൽ നിന്ന് സ്ത്രീകൾക്ക് ബിസിനസ്സും മറ്റും കാര്യങ്ങളൊക്കെ, ചെറുകിട തൊഴിലും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്, സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഫണ്ടുകൾ, ലോണുകൾ അനുവദിക്കുക. അതാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വി നീഡ് ടു പ്രൊവൈഡ്, നമ്മൾ നൽകേണ്ടതുണ്ട്, ഗ്രേറ്റർ ആക്സസ്, വലിയ സാധ്യതകൾ, ടു ക്രെഡിറ്റ്, സ്ത്രീകൾക്ക് ഫണ്ടുകൾ, ലോണുകൾ ലഭിക്കാൻ. സോ ദാറ്റ്, അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ വിമൻ ക്യാൻ അച്ചീവ്, സ്ത്രീകൾക്ക് നേടാൻ കഴിയും, ഗ്രേറ്റർ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, വലിയ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയും. ഓക്കെ, സോ
അതുകൊണ്ട് ലേണിംഗ് ആൻഡ് ലേബർ ആർ ദ കീ ഫാക്ടേഴ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. കീ ഫാക്ടേഴ്സ്, ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ്. അതുകൊണ്ട് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ജോലിയും എന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുക്കളാണ്, ഘടകങ്ങളാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ദ തേർഡ് എൽ ഈസ് ലീഡർഷിപ്പ്. മൂന്നാമത്തെ എൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ്. അണ്ടർലൈൻ ചെയ്യണമെന്ന് പറയുന്ന സെൻറ്റൻസ്: ദാറ്റ് എനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. ലീഡർഷിപ്പ് എനേബിൾസ് വിമൻ. ലീഡർഷിപ്പ് സ്ത്രീകളെ പ്രാപ്തരാക്കുന്നു ടു റൈസ്, ഉയരാനും, ആൻഡ് ഫുൾഫിൽ, പൂർത്തീകരിക്കാനും ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ്. ഇന്നേറ്റ് മീൻസ് ഇൻബോൺ എബിലിറ്റീസ്, അവരുടെ ജന്മനാലുള്ള കഴിവുകൾ, ആൻഡ് ടാലൻസ്. എബിലിറ്റീസ് ആൻഡ് ടാലൻസ് ഒന്ന് തന്നെയാണ്, ഒരേ മീനിങ് തന്നെയാണ്. അണ്ടർലൈൻ ചെയ്യണം ആ സെൻറ്റൻസ്. ഹിയർ, ഇവിടെ, ദർ ഈസ് എ പ്ലെൻറ്റി ഓഫ് റൂം. റൂം മീൻസ് സ്പേസ് ഓർ ഓപ്പർച്യൂണിറ്റി ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഹിയർ, ഇവിടെ, ദർ ഈസ് എ പ്ലെൻറ്റി ഓഫ് റൂം. ധാരാളം സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. സ്ത്രീകൾക്ക് മെച്ചപ്പെടാനുള്ള ധാരാളം സാധ്യത, സ്പേസ് ഇവിടെ ഉണ്ട്. ദ ഐറണി ഈസ് ദാറ്റ്. പക്ഷേ ഒരു ഐറണി മീൻസ് കോൺട്രാസ്റ്റിംഗ് തിങ്, ഒരു വിരോധാഭാസം, ഒരു വൈരുദ്ധ്യമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെൻ വിമൻ ലീഡ്, സ്ത്രീകൾ നയിക്കുമ്പോൾ, ലീഡ് ചെയ്യുമ്പോൾ, ദേ ടെൻഡ് ടു ഡു, അവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ആസ് ഗുഡ്, നന്നായിട്ട്, എ ജോബ്, ഒരു ജോലി, ആസ് അതേഴ്സ്, മറ്റുള്ളവരെ പോലെ തന്നെ. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, തെറ്റിദ്ധരിക്കാറുണ്ട്, അല്ലെങ്കിൽ വിചാരിക്കാറുണ്ട് എന്ത്, സ്ത്രീകൾക്ക് മറ്റുള്ളവരെ പോലെ, അതായത് പുരുഷന്മാരെ പോലെ ഒരു ജോലി നന്നായിട്ട് ചെയ്യാൻ കഴിയാറില്ല. പക്ഷേ അതിൻ്റെ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ്, സ്ത്രീകൾ ലീഡ് ചെയ്യുമ്പോൾ, ദേ ടെൻഡ്, അവർക്ക് സാധ്യതയുണ്ട്, ടെൻഡൻസി ഉണ്ട്, ടു ഡു ആസ് ഗുഡ് എ ജോബ്, ഒരു ജോലി നല്ല രീതിയിൽ ചെയ്യാൻ, ആസ് അതേഴ്സ്, മറ്റുള്ളവരെ പോലെ. ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്, ഒരു പക്ഷേ മറ്റുള്ളവരെക്കാൾ നന്നായിട്ട് എന്ത് ചെയ്തേക്കാം, ആ ജോലി അവർ നന്നായിട്ട് ചെയ്തേക്കാം. ഇവിടെ ഇഫ് നോട്ട് എന്നുള്ളതിൻ്റെ മീനിങ് ഇഫ് ക്ലോസിൻ്റെ ആ ഒരു മീനിങ് അല്ല വരുന്നത്, അതിനേക്കാൾ നന്നായിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ പല ആളുകളും വിചാരിക്കാറുണ്ട് എന്ത്, സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ നന്നായിട്ട്, അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയാറില്ല. അതിവിടെ ഒരു ഐറണിയാണ്. ക്രിസ്റ്റൽ ലഗാർഡ് പറയുന്നത് ഒരു വിരോധാഭാസമാണ്. കാരണം പലപ്പോഴും സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി ഒരു അവസരം കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ലീഡ് ചെയ്യാൻ വേണ്ടി, നേതൃത്വം വഹിക്കാൻ വേണ്ടി ഒരു അവസരം കൊടുത്താൽ, അവർ മറ്റുള്ളവരെ പോലെ നന്നായിട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിലേറെ നന്നായിട്ട് അവർ എന്ത് ചെയ്യാറുണ്ട്, ലീഡ് ചെയ്യാറുണ്ട്, നേതൃത്വം കൊടുക്കാറുണ്ട് എന്ന് ക്രിസ്റ്റൽ ലഗാർഡ് പറയുന്നു. ഓക്കെ, ദേ ആർ മോർ ലൈക്ക്ലി. അണ്ടർലൈൻ ചെയ്യണേ, ദേ ആർ മോർ ലൈക്ക്ലി മീൻസ് പോസിബിലിറ്റി. അവർക്ക് സാധ്യതയുണ്ട്, സ്ത്രീകൾക്ക് സാധ്യതയുണ്ട്, ടു മേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് അവർ തീരുമാനങ്ങൾ എടുക്കുക? അണ്ടർലൈൻ ചെയ്യണം, ബേസ്ഡ് ഓൺ കോൺസെൻസസ് ബിൽഡിംഗ്. കോൺസെൻസസ് ബിൽഡിംഗ് മീൻസ് ജനറൽ എഗ്രിമെൻറ്റ്. പൊതുവായ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ്. എല്ലാ ആളുകളോടും ചോദിച്ചു മനസ്സിലാക്കി, അല്ലെങ്കിൽ എല്ലാ ആളുകളുടെയൊക്കെ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. കോൺസെൻസസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ജനറൽ എഗ്രിമെൻറ്റ്, പൊതുവായ സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിനുള്ള കഴിവുണ്ട്. പിന്നെ ഇൻക്ലൂഷൻ, ദ ആക്ട് ഓഫ് ഇൻക്ലൂഡിങ്, അതായത് അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ തീരുമാനങ്ങൾ എടുക്കുന്നു. അതുപോലെ തന്നെ കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഫീലിങ്സ്, സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിവുണ്ട്. ആൻഡ് മാത്രമല്ല വിത്ത് എ ഫോക്കസ് ഓൺ, അവർ ഫോക്കസ് ചെയ്യുന്നു, ഒരു തീരുമാനമെടുക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്നു എന്തിനെ, ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ദീർഘകാലത്തേക്കുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടി. സസ്റ്റൈനബിലിറ്റി മീൻസ് ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, സുസ്ഥിരത എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവർ തീരുമാനമെടുക്കുമ്പോൾ അത് കുറേ കാലത്തേക്ക് അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ റിസൾട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവർ ഫോക്കസ് ചെയ്യാറുണ്ട്, ശ്രദ്ധ കൊടുക്കാറുണ്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ്, പക്ഷേ സത്യമായൊരു കാര്യം എന്താണെന്നറിയോ, വിമൻ സംടൈംസ് ലാക്ക്, ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് ഉണ്ടാവാറില്ല ദ കോൺഫിഡൻസ്, ആത്മവിശ്വാസം ഉണ്ടാകാറില്ല, ടു മാച്ച്, തുല്യമായ ദെയർ കോമ്പിറ്റൻസ്,
കോമ്പിറ്റൻസ് മീൻസ് എബിലിറ്റി, അവരുടെ കഴിവ്. ചില സമയങ്ങളിൽ സ്ത്രീകൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് തുല്യമായ കോൺഫിഡൻസ് ഉണ്ടാകാറില്ല. നമുക്കൊക്കെ അറിയാം, ചില ആളുകളൊക്കെ ചില സ്ത്രീകളൊക്കെ അവർക്ക് നന്നായിട്ട് കഴിവുണ്ടാവും. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ലീഡ് ചെയ്യാനുള്ള, മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവും. പക്ഷെ അവർക്കതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. അത് നമ്മൾ ചില സമയങ്ങളിൽ കാണാറുണ്ട്. പക്ഷേ ക്രിസ്റ്റിൻ ലഗാർഡ് പറയുന്നു, ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് മീൻസ് ആറ്റിറ്റ്യൂഡ്. അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഒരു മനോഭാവം, ആ ഒരു ചിന്താഗതി അവർ മാറ്റേണ്ടതുണ്ട്. ആൻഡ് റീസെറ്റ്, എന്നിട്ട് അവരെന്ത് ചെയ്യേണ്ടതുണ്ട്? സെറ്റ് അഗെയിൻ, അവർ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ദ നരേറ്റീവ്, അവരുടെ ജീവിതശൈലിയെ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ്, മനോഭാവത്തെ ഇൻ ദെയർ ഫേവർ, ഇൻ ദെയർ ചോയ്സ്. ഫേവർ മീൻസ് ചോയ്സ്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യണം? അവരുടെ മനസ്സിനെ പുനഃസ്ഥാപിക്കുകയും ചെയ്യണം. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ്, വളരെ അത്യാവശ്യമാണ്, എന്ത് അറിയോ? വിമൻ ബി റെഡി, സ്ത്രീകൾ തയ്യാറാവണം, ടു ഡെയർ ദ ഡിഫറൻസ്. അണ്ടർലൈൻ, ഡെയർ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടു ഫേസ് ദ ചേഞ്ചസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ മാറ്റങ്ങളെ നേരിടാനുള്ള ധൈര്യം ആർക്കുണ്ടാവണം? സ്ത്രീകൾക്കുണ്ടാവണം. അതായത് ടു ടേക്ക് റിസ്ക്സ്, സ്ത്രീകൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു കാര്യം മുന്നോട്ട് നയിക്കുമ്പോൾ ചിലപ്പോൾ പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളെ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവണം. ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്, അവരെന്ത് ചെയ്യണം? അവരുടെ സുരക്ഷിത താവളങ്ങളിൽ നിന്നും പുറത്തേക്ക് വരണം. വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്നും അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് ആര് പറയുന്നു? ക്രിസ്റ്റിൻ ലഗാർഡ് പറയുന്നു. നൺത്ലെസ്, എന്നിരുന്നാലും, ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡിസയർ എന്നാണ്, അതിയായ ആഗ്രഹം. ഈവൻ ദോസ് വിത്ത് ദ ഡ്രൈവ് ടു സക്സീഡ്, വിജയിക്കാനുള്ള അതിയായ ആഗ്രഹമുള്ള സ്ത്രീകൾ പോലും, കണ്ടിന്യൂ, അവർ തുടരുന്നു, ടു ഫേസ്, അഭിമുഖീകരിക്കൽ, ബാരിയേഴ്സ്, ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ. ഓക്കെ, അങ്ങനെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യാറുണ്ട്? പ്രയാസങ്ങൾ നേരിടാറുണ്ട്. ഫോർ എക്സാമ്പിൾ കൽപ്പന ചൗള, അങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ നമുക്കുണ്ട്. ഓക്കെ, വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ്, നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എബൌട്ട് പ്രൊവൈഡിങ്, നൽകുന്നതിനെക്കുറിച്ച്, പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസം ഫോർ ഗേൾസ്, പെൺകുട്ടികൾക്ക് ഇൻ എ വില്ലേജ്, ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും അതിൽ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ് ഓർ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ കാണാൻ കഴിയും, അല്ലേ? വളരെ നിസ്സാരമായൊരു കാര്യമാണെന്ത്? ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതുപോലും നമ്മൾ സംസാരിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അതിലും നമുക്ക് പ്രയാസങ്ങളും തടസ്സങ്ങളും കാണാൻ കഴിയും. എന്തിനേറെ പറയുന്നു? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് ഫോർ വിമൻ ഇൻ എ ബിസിനസ്, ഒരു ബിസിനസ്സിൽ സ്ത്രീകൾക്ക് എക്സിക്യൂട്ടീവ് പൊസിഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ സ്ത്രീകൾക്ക് എന്താ പറയുക, പൊസിഷൻസ്, സ്ഥാനങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരുപാട് പ്രയാസങ്ങൾ സ്ത്രീകൾ നേരിടുന്നതായി കാണാൻ പറ്റും. ഓക്കെ, അവിടെ പറയുന്ന എന്താണ്? അതായത് സ്ത്രീകൾ മുന്നോട്ട് വരുന്ന, അതായത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് അതിയായ ആഗ്രഹമുള്ള സ്ത്രീകൾ പോലും എന്ത് ചെയ്യുന്നു? പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നു. അതിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും അതിലും സ്ത്രീകൾ പ്രയാസങ്ങൾ നേരിടുന്നത് കാണാം. അല്ലെങ്കിൽ ഹൈ പൊസിഷൻ, എക്സിക്യൂട്ടീവ്, ഒരു ബിസിനസ്സിൽ എക്സിക്യൂട്ടീവ് പൊസിഷൻ സ്ത്രീകൾ വഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിലും സ്ത്രീകൾ പ്രയാസം നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ആർ യു ക്ലിയർ? ഓക്കെ, നമുക്ക് അവസാനത്തെ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ക്രിസ്റ്റിൻ ലഗാർഡ് തൻ്റെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വേർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദെയർ പൊട്ടൻഷ്യൽ വിത്തൗട്ട് ഇംപിഡിമെൻറ്റ് ഓർ പ്രജുഡിസ്. ക്രിസ്റ്റിൻ ലഗാർഡ് സേസ് ദാറ്റ് ഇറ്റ്സ് എ ടൈം ടു ക്രിയേറ്റ് എ വേൾഡ്, ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാനുള്ള സമയമായി. എങ്ങനെയുള്ള ലോകമാണ്? വേർ ഓൾ വിമൻ ക്യാൻ മീറ്റ്, ആ ലോകത്ത് എല്ലാ സ്ത്രീകൾക്കും നേടാൻ കഴിയും ദെയർ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകളെ, വിത്തൗട്ട് ഇംപിഡിമെൻറ്റ്, വിത്തൗട്ട് ഒബ്സ്റ്റക്കിൾ, ഒരു തടസ്സവുമില്ലാതെ, ഓർ പ്രജുഡിസ്, ഒരു പ്രീ ജഡ്ജ്മെൻറ്റ്, ഒരു മുൻവിധിയുമില്ലാതെ, ഒരു തടസ്സങ്ങളുമില്ലാതെ സ്ത്രീകൾക്ക് അവരുടെ കഴിവുകൾ അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന, നേടാൻ കഴിയുന്ന ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ സമയമായിരിക്കുന്നു.
ആൻഡ് ദ വേൾഡ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആസ് എ റിസൾട്ട് വാട്ട് വിൽ ഹാപ്പൻ, ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനഫിറ്റ്സ്, ദ വേൾഡ് വിൽ ഹാവ് ദ സക്സസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകം എന്ത് ചെയ്യും, അതിൻ്റെ നേട്ടങ്ങൾ, ബെനഫിറ്റ്സ് മീൻസ് അതിൻ്റെ ഗെയിൻ, അതിൻ്റെ നേട്ടങ്ങൾ എന്ത് ചെയ്യും, കൊയ്യുക തന്നെ ചെയ്യും. ദ 3 Ls വിൽ ഹെൽപ്പ് us ഗെറ്റ് ദർ. ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ നമ്മളെ ആര് സഹായിക്കുന്നു, ഈ 3 Ls ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് നമ്മളെ സഹായിക്കുന്നു. ഇഫ് വി ഡെയർ ദ ഡിഫറൻസ്, ഇഫ് വി ഫേസ് ദ ചേഞ്ചസ്, നമ്മൾ മാറ്റങ്ങളെ, വ്യത്യാസങ്ങളെ നമ്മൾ നേരിടാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ, ദ ഡിഫറൻസ് വിൽ ഡെലിവർ, എന്ത് ചെയ്യും, ദ ചേഞ്ചസ് വിൽ ബ്രിങ് അസ് റിസൾട്ട്, മാറ്റങ്ങൾ നമുക്ക് ഫലം, അനുയോജ്യമായ ഫലം കൊണ്ടുവരും. അപ്പം നമ്മൾ മൈൻഡ് നമ്മൾ മാറാൻ റെഡിയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ എന്തു ചെയ്യും, തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ക്രിസ്റ്റൽ ലഗാർഡ് പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നന്നായിട്ട് ക്ലാസ് കേൾക്കുക, മനസ്സിലാക്കുക. ക്രിസ്റ്റൽ ലഗാർഡിൻ്റെ താങ്ക്സ് അവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ താങ്ക്സ് ആണ്. താങ്ക് യു വെരി മച്ച്.